Hi friends, welcome to our channel Arivinte Kalavara by Dr. Midhu Rahul. Today we are talking about vitamin C, which is essential for the metabolic function of living things. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈറ്റമിൻ സിയെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളിൽ അഭാവം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രധാന സ്രോതസ്സുകൾ എന്ന പോയിന്റുകളിലാണ്. വാട്ടർ സോല്യൂബിൾ വിഭാഗത്തിൽപ്പെടുന്ന ശരീരത്തിൽ ഒരു പരിധിയിലധികം സ്റ്റോർ ചെയ്യാൻ സാധിക്കാത്ത ആഹാരത്തിലൂടെ മാത്രം ലഭ്യമാകുന്ന ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ജീവകം സി. സുപ്രാറീനൽ ഗ്ലാൻഡ്, കിഡ്നി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറീസ്, ലിവർ, നയനങ്ങൾ തുടങ്ങിയവയാണ് ഭക്ഷണത്തിലൂടെ കടന്നുവരുന്ന വൈറ്റമിൻ സിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അവയവങ്ങൾ. ബെനിഫിറ്റ്സ് ഓഫ് വൈറ്റമിൻ സി. ജീവകം സി പകർന്നു നൽകുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നൊന്നറിഞ്ഞു വയ്ക്കാൻ വളരെ ലളിതമായി. മാരകമായ പല അസുഖങ്ങളിൽ നിന്ന് ശരീരത്തെ കാത്തുരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളാണ് വൈറ്റമിൻ സി. ക്ഷീണം, തളർച്ച, സാംക്രമിക രോഗങ്ങളുടെ പകർച്ച എന്നിവ തടയുന്നതിനൊപ്പം മുറിവുകൾ ഉണങ്ങാനും വൈറ്റമിൻ സിയുടെ സഹായം ആവശ്യമാണ്. കൊളസ്ട്രോൾ നിയന്ത്രണം മാത്രമല്ല, രക്തക്കുഴലുകൾ വികസിതമായിരിക്കാൻ സഹായിക്കുന്നതിനാൽ അധിക രക്തസമ്മർദ്ദവും ഹൃദ്രോഗങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാനും ഇവ കൂടിയേ തീരൂ. ശിശുക്കൾക്കും ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും മുതിർന്നവർക്കും വൈറ്റമിൻ സി കൂടുതൽ ആവശ്യമുണ്ട്. രക്തത്തിലെ ലെഡിന്റെ അളവ് കുറയ്ക്കുകയും ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നത് വൈറ്റമിൻ സിയുടെ സ്പെഷ്യാലിറ്റികളിൽ ഒന്നു മാത്രം. അയൺ ഡെഫിഷ്യൻസി സൃഷ്ടിക്കുന്ന രോഗമായ അനീമിയയിൽ നിന്ന് മോചനം നേടാൻ വേറെവിടെയും പോകേണ്ടെന്ന് സാരം. യൂറിക് ആസിഡിന്റെ അളവും അതുവഴി ഗൗട്ട് രോഗത്തിന്റെ തീവ്രതയും കുറയ്ക്കുക വൈറ്റമിൻ സിയുടെ പ്രധാന ധർമ്മമാണ്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയതിനാൽ അർബുദജന്യ പദാർത്ഥങ്ങളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനും പ്രതിരോധ വ്യവസ്ഥയ്ക്കും ഇവ ഗുണകരമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അമോണിയം ക്ലോറൈഡ് പോലുള്ള ചില ഔഷധങ്ങൾ സേവിക്കുമ്പോൾ വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മെഡിസിൻസ് കഴിക്കുന്നവർ വൈറ്റമിൻ സി വലിയ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വൈറ്റമിൻ സി ഉപയോഗിച്ച് തുടങ്ങുന്നത് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കിയേക്കുമെന്ന് ഞാൻ സമർത്ഥിക്കുന്നതല്ല, ന്യൂട്രിയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നതാണ് കേട്ടോ. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഡിസീസസ്. വൈറ്റമിൻ സിയുടെ കുറവ് വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. എങ്കിലും ആഴ്ചകളോളം 10 മില്ലിയിൽ താഴെ മാത്രം ജീവകം സി ലഭിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളൂവെങ്കിൽ ശരീരത്തിൽ ഇതിൻ്റെ കുറവ് നേരിടാം. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. എല്ലാവരും സ്കർവി എന്താണെന്ന് അറിവുള്ളവരായിരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനതൊന്ന് ചുരുക്കി പറയാം. കപ്പിത്താന്മാരുടെ അസുഖം എന്നറിയപ്പെടുന്ന ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം മോണയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതാണ്. രക്തം പൊടിയുന്ന ചുവന്ന പാടുകൾ ശരീരത്തിൽ അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെടുക, സന്ധികൾക്കിടയിൽ അല്ലെങ്കിൽ നഖങ്ങൾക്കുള്ളിൽ നിന്ന് രക്തം വാർന്നു വരിക, വിളർച്ച, അലസത, കൈകാലുകൾക്ക് വേദന തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കുറയുന്നുണ്ടോ? എങ്ങനെ മനസ്സിലാക്കാം? ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. സാവധാനത്തിലുള്ള മുറിവുണങ്ങൽ, മോണയിൽ നിന്ന് രക്തസ്രാവം, വരണ്ട ചുളിവുള്ള ചർമ്മം, ദുർബലമായ അസ്ഥികൾ, മോശം രോഗപ്രതിരോധ ശേഷി, ക്ഷീണം, മോശം മാനസികാവസ്ഥ, ചർമ്മത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി കുറയാൻ ചാൻസ് ഉണ്ട്. പുകവലിക്കാരിലും വൃക്കരോഗികളിലും ദീർഘനാളായി ഡയാലിസിസ് ചെയ്യുന്നവരിലും വൈറ്റമിൻ സിയുടെ കുറവ് കണ്ടുവരുന്നുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ഇനി നമുക്കതെങ്ങനെ ഡയറ്റ് വഴി സിമ്പിളായി മറികടക്കാമെന്ന് ചിന്തിക്കാം. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി പച്ചയ്ക്ക് കഴിച്ചാൽ ഏറെ നന്ന് എന്നറിയുമ്പോൾ തന്നെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ജീവകം സിയുടെ മികച്ച ഉറവിടമാണ് നെല്ലിക്ക. ചൂടാക്കിയാലോ ഉണക്കിയാലോ നശിക്കാത്തതാണ് നെല്ലിക്കയിലെ ജീവകം സി. 2 നെല്ലിക്ക ചതച്ചു പിഴിഞ്ഞ നീര് തേനോ പഞ്ചസാരയോ ചേർത്ത് കുട്ടികൾക്ക് നൽകാം. മുതിർന്നവരിൽ ഷുഗർ ഒരു വില്ലനായി നിൽക്കുന്നവർ മധുരം ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. ഓറഞ്ച്, നാരങ്ങ, ക്യാപ്സിക്കം, പപ്പായ, കിവി, സ്ട്രോബെറി തുടങ്ങിയവ വൈറ്റമിൻ സിയുടെ കലവറയാണ്. എന്ന പോലെ തന്നെ ബ്രോക്കോളി, ഇലക്കറികൾ, പേരക്ക തുടങ്ങിയവയിലും വൈറ്റമിൻ സിയുടെ ലഭ്യതയുണ്ട്. വിറ്റാമിൻ സി ഗുളികകൾ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണെന്ന് കരുതി വാങ്ങിക്കഴിച്ച് സ്വയം അപകടത്തിൽ ചാടാതെ കഴിവതും ഉപയോഗിക്കും മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടുക. കാരണം അധികമായാൽ വൈറ്റമിൻ സിയും സീനാണ് മക്കളെ. ജലത്തിൽ ലയിക്കുന്ന ജീവകമായതിനാൽ സത്യത്തിൽ അധികമായി ശരീരത്തിലെത്തുന്ന മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും 2000 mg വൈറ്റമിൻ സി ഒന്നിച്ച് കഴിക്കുന്നത് ലൂസ് മോഷൻ, ഛർദി എന്നിവയ്ക്കൊക്കെ കാരണമാകും.
ഇരുമ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയുള്ളവർ വൈറ്റമിൻ സി അമിതമായി സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കും. വൃക്കയിൽ ഓക്സലേറ്റ് കല്ലുകൾ രൂപപ്പെടാനും വൈറ്റമിൻ സിയുടെ അധിക അളവ് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെയാണ് കിഡ്നി കംപ്ലൈന്റ് പേഷ്യൻസ് അണ്ടിപ്പരിപ്പ്, നിലക്കടല, ഓറഞ്ച് മുതലായ വൈറ്റമിൻ സി പ്രൊഡക്ട്സ് ഒന്നും കഴിക്കരുതെന്ന് നമ്മുടെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഞാൻ കൺക്ലൂഷനിലേക്ക് കടക്കാം. രോഗപ്രതിരോധ ശേഷിയും രോഗക്ലേശം താങ്ങാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ സാധാരണ പകർച്ചവ്യാധികളിൽ നിന്ന് അനായാസം മോചനം നേടാം. രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവരിൽ കോവിഡ് ഭീഷണി ഉയർത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവകം സി അടങ്ങിയ ഭക്ഷണങ്ങളും ഔഷധങ്ങളും ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ്. എനിവേ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമെന്ന ഏറ്റവും വലിയ സാധ്യത കണക്കിലെടുത്ത് നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിച്ച് സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിച്ചും ഭയത്തെ അകറ്റി കൊറോണയ്ക്കെതിരെ ശക്തമായി പോരാടിയും മുന്നോട്ടു പോകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോപ്പിട്ട്, മാസ്ക് ഇട്ട്, ഗ്യാപ്പിട്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.